വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി സാർ തന്നെയാണ് ഒപ്പമുള്ളത്. സാർ, ഈ ഖത്തറും പാകിസ്ഥാനും ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തരായ രാജ്യങ്ങളിൽ പെടുന്നവരല്ല. ഇവരാണ് ഈ ഇറാൻ അമേരിക്ക മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത്. ഇവരുടെ ഈ പരിശ്രമങ്ങൾ വിജയം കാണുന്നില്ല എന്നാണ് പുതിയ ആക്രമണത്തോടെയെല്ലാം വ്യക്തമാകുന്നത്. പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങൾ ഒഴികെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളുമായി മോശമല്ലാത്ത ബന്ധമുള്ളത് ഇന്ത്യക്കാണ്. സംഘർഷം രൂക്ഷമാകാതിരിക്കാനും പുതിയ യുദ്ധമുണ്ടാകാതിരിക്കാനും ശക്തരായ ഇന്ത്യയെക്കൊണ്ട് സാധിക്കുമെന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. മധ്യസ്ഥരുടെ റോളിലേക്ക് ഇന്ത്യ എത്തുമോ? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾക്ക് മറുപടി പറയേണ്ടതുള്ളത്. ഒന്ന്, ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും മധ്യസ്ഥത എന്നുള്ളതാണ്. പാകിസ്ഥാന് വാസ്തവത്തിൽ ഇതിൽ അതിശക്തമായ മധ്യസ്ഥത വഹിക്കാനുള്ള ഈ സാഹചര്യത്തിൽ ശേഷിയുണ്ട്. എങ്ങനെ ശേഷിയുണ്ട്? രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, അമേരിക്ക ഏറ്റവും വിശ്വസ്തയോടെ കരുതുന്ന, ഏറ്റവും പരിഗണിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിൽ തന്നെ അവർക്ക് അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനേക്കാൾ വിശ്വാസം അസിം മുനീർ എന്ന് പറയുന്ന ജനറലിനെയാണ്. അപ്പോൾ രാജ്യത്തെ നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കൻ അവിടെ ആക്രമണം നടത്തിയ ബിൻ ലാദൻ ഉൾപ്പെടെയുള്ളവരെ ഒളിച്ച് താമസിപ്പിച്ചിരുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിലനിൽക്കുമ്പോൾ പോലും ഇപ്പോഴും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കയ്ക്ക് വലിയ വിശ്വാസമാണ്. അതാണ് അവർ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു അടിത്തറയായി നിൽക്കുന്ന ഒരു കാര്യം. രണ്ട്, ഇറാൻ വളരെ അധികം വിശ്വസിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. എന്താണ് ഒരു കാരണം? മറ്റ് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അവരുടെ പല ഉൽപ്പന്നങ്ങളും, എണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാകിസ്ഥാൻ 6 കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ തുറന്നു കൊടുത്തത് ഇറാന് വേണ്ടിയിട്ട്. അപ്പോൾ ആ തരത്തിൽ ഇറാൻ്റെ വിശ്വാസ സുഹൃത്തായി പാകിസ്ഥാൻ മാറുന്നു, അമേരിക്കയുടെ വിശ്വാസ സുഹൃത്താണ്. അതിനോടൊപ്പം തന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിശ്വാസ സുഹൃത്തുമാണ് പാകിസ്ഥാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് ഇവരുടെ എല്ലാം, അതായത് ഇത്തരമൊരു മധ്യസ്ഥ ശ്രമത്തിന് പാകിസ്ഥാൻ ഈ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ആ പിന്തുണയുമായിട്ട് അവർ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പോയത്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ തുർക്കിയുണ്ട്, ഈജിപ്തുണ്ട്, ഖത്തറുണ്ട്, ഈ രാജ്യങ്ങളുടെ എല്ലാം ഇടപെടൽ കൂടി ഈ പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കുന്നത്. അതായത് ഈ യുദ്ധം തുടർന്നു പോയാൽ വലിയ നാശമുണ്ടാവുക പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കാണ് എന്ന തിരിച്ചറിവ് ഒരു ഭാഗത്തുള്ളതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ മുമ്പോട്ട് വന്നത്. അതുപോലെ തന്നെ യുദ്ധം തുറന്നുകൊണ്ടു പോകാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അമേരിക്ക വന്നു. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥ ശ്രമത്തിന് ഇത്രയും ഉണ്ടാവുകയും, അതുകൊണ്ടാണ് ചിലർ പറയും ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് അമേരിക്ക എത്തിച്ചേർന്ന ഒരു കരാറാണ് എന്ന് പറയും. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും മുന്നോട്ട് പോകാൻ കഴിയുന്ന രാജ്യമായി പാകിസ്ഥാൻ ഈ അവസരം നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തത്, ഇന്ത്യക്ക് എത്രമാത്രം ഇതിനകത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പങ്ക് എടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ ഈ രണ്ട് കൂട്ടരുടെയും, ഇപ്പം നമുക്കെല്ലാവർക്കും പറയാം, ഈ രണ്ട് വിഭാഗങ്ങളുടെ പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മധ്യസ്ഥ ശ്രമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇന്ത്യക്ക് അത്തരമൊരു വിശ്വാസം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? നമുക്കെല്ലാവർക്കും പറയാം, പുറമേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അവരുടെ രാജ്യത്തുള്ള പരമോന്നതമായ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ. അത് വസ്തുതയാണ്. പക്ഷേ അത് അവരുടെ ഈ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുറമേക്കുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടാണ്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പല പ്രവർത്തനങ്ങളോടും അവർക്ക് യോജിപ്പല്ല ഉള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും നല്ല ഉദാഹരണം, ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തുന്നത്. അതിന് 2 ദിവസം മുമ്പ് ഇസ്രായേലിൽ പോവുകയും അവിടുത്തെ പ്രധാന പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുകയും അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആളിനെ ആലിംഗനം ചെയ്യുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേലിനോട് അടുത്ത് നിൽക്കുന്ന വിദേശ നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സൗഹൃദം കാണിക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്,
അവർക്ക് കച്ചവടം നടക്കണം, അല്ലെങ്കിൽ അവരുടെ എണ്ണ നമ്മൾ അവരുടെ എണ്ണ വാങ്ങിക്കണം, അതല്ലെങ്കിൽ അവരുടെ സമ്പത്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സമ്പത്ത് ഉൽപ്പാദിക്കണം, അവരുടെ സാമ്പത്തിക വികസനം നടക്കണം. ഈ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നയങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സംഘർഷം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു മധ്യസ്ഥൻ്റെ റോളിലേക്ക് പോകുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന മധ്യസ്ഥനായിട്ട്, കാരണം വെച്ചാൽ ഒരു പ്രത്യേക ഒരു രാജ്യത്തോട് വളരെ അദമ്യമായ കൂറ് പുലർത്തുന്ന ഒരു രാജ്യത്തിന് ഒരു മധ്യസ്ഥനാകാൻ പറ്റില്ല. ഇവിടെ നമ്മൾ നോക്കൂ, പാകിസ്ഥാൻ ഇറാൻ്റെ വിശ്വാസമുണ്ട്, പാകിസ്ഥാൻ അമേരിക്കയുടെ വിശ്വാസമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുടെയും വിശ്വാസം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് മധ്യസ്ഥനായിട്ട് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ചെയ്യുന്ന പങ്ക്, ഈ മധ്യസ്ഥത വഹിക്കുന്ന റോള് ഇന്ത്യക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. സാറേ, നമ്മളിവിടെ ഇറാൻ്റെയും അമേരിക്കയുടെയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ സമാധാന കരാറിനെ കുറിച്ച് പറയുമ്പോഴും ഇസ്രായേൽ ഈ കരാറിൻ്റെ ഭാഗമേ അല്ലല്ലോ. ഒരുപക്ഷെ ഈ കരാർ യാഥാർത്ഥ്യമായാലും ഇസ്രായേൽ അടങ്ങിയിരിക്കുമോ? ഇറാനുമായുള്ള ഇസ്രായേലിൻ്റെ നിലപാട് എന്തായിരിക്കും ഇനി? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, രണ്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതെന്ന്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, അമേരിക്കയുടെ ആഗോള മേധാവിത്വം നിലനിർത്തുക എന്ന് പറയുന്ന ലക്ഷ്യവും പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഇസ്രായേലിനെ ഈ ഒരു ഘട്ടത്തിൽ സഹായിക്കുക എന്ന് പറയുന്ന ലക്ഷ്യവുമാണ് അമേരിക്കയുടേതെങ്കിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം വളരെ വ്യത്യസ്തമാണ്. ഇസ്രായേലിൻ്റെ നയം എന്ന് പറയുന്ന സയണിസ്റ്റ് പദ്ധതിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്താണ് സയണിസ്റ്റ് പദ്ധതിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന കാര്യം? ഇസ്രായേലിൻ്റെ കാര്യം, സയണിസ്റ്റ് പദ്ധതി പ്രകാരം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു ഗ്രേറ്റർ ഇസ്രായേൽ, വിശാല ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് സയണിസ്റ്റ് പദ്ധതി. ആ സയണിസ്റ്റ് പദ്ധതിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആ സയണിസ്റ്റ് പദ്ധതിയിൽ ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്ന ആ പ്രദേശം, അതോടൊപ്പം പാലസ്തീൻ പ്രദേശം, അതോടൊപ്പം ജോർദാൻ്റെ പ്രദേശം, സിറിയയുടെ പ്രദേശം, ലെബനൻ്റെ തെക്കൻ ഭാഗങ്ങൾ, ഈജിപ്തിൻ്റെ സിനായ് പ്രദേശം, ഇങ്ങനെയുള്ള വലിയൊരു പ്രദേശം ഉൾപ്പെടുന്നതാണ് ഈ എറട്സ് ഇസ്രായേൽ എന്ന് പറയുന്ന വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ആശയം. ആ ആശയം സ്ഥാപിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേതൃത്വമുള്ള ഭരണകൂടം. അതുകൊണ്ട് തന്നെ ആ ഭരണകൂടത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ, ബെൻഗുറും സ്മോട്രിച്ചും എന്ന് പറയുന്ന രണ്ട് മന്ത്രിമാർ വളരെ പരസ്യമായി പറയുന്നു, പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഇവിടെ ഇല്ല. യോർദാൻ നദിയുടെ പടിഞ്ഞാറും മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കും ഇസ്രായേൽ മാത്രമാണുള്ളത്, പലസ്തീൻ ഇല്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ബിബ്ലിക്കൽ കോൺസെപ്റ്റ് അനുസരിച്ച് വിശാല ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ദൗത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് നിൽക്കുന്നത് ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് മാത്രമല്ല, ഏകദേശം ഈ പദ്ധതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സിറിയയെ ദുർബലപ്പെടുത്തി, ജോർദാനെ ദുർബലപ്പെടുത്തി, ഈജിപ്റ്റുമായിട്ട് കരാറുണ്ടാക്കി, സൗദിയുമായി നോർമലൈസ്ഡ് ബന്ധമുണ്ടാക്കി, എബ്രഹാം കരാറുണ്ടാക്കി, അതിനകത്ത് കുറേ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി. അപ്പോൾ ഈ തരത്തിൽ ഈ പശ്ചിമേഷ്യയിലെ അവർക്കെതിരായി നിൽക്കുന്നു എന്ന് പറയുന്ന പല രാജ്യങ്ങളെയും ന്യൂട്രലൈസ് ചെയ്തെങ്കിലും അതിന് വഴങ്ങാതെ ഇപ്പോഴും നിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഇറാനാണ്. ആ ഇറാനാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഹമാസ് വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകുന്നത്, ഹെസ്ബൊള്ള വിഭാഗത്തിന് പിന്തുണ, ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത്. അപ്പോൾ ഈ പാലസ്തീൻ എന്ന് പറയുന്ന പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാം. അടിസ്ഥാന പ്രശ്നം എന്താണ്? പശ്ചിമേഷ്യയിലെ അടിസ്ഥാന പ്രശ്നം പാലസ്തീൻ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ പാലസ്തീൻ രാജ്യം സ്ഥാപിക്കാതെ ആ പ്രദേശത്തെ മുഴുവനായിട്ട് വിഴുങ്ങുന്ന തരത്തിലേക്ക് ഇസ്രായേലിൻ്റെ നയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ആകെക്കൂടി ഗാസയാണ്, അവരുടെ വെസ്റ്റ് ബാങ്കിന് പുറമെ ഗാസയാണ് പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ടുണ്ടായിരുന്നത്. ആ പ്രദേശത്തിൻ്റെ 53% ഈ ഗാസ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം അവർ കൈയടക്കി. അതിപ്പോൾ ഞങ്ങൾ 70% കൈയടക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ക്രമേണയായി ഈ പലസ്തീൻ പ്രദേശത്തെ പൂർണ്ണമായും വിഴുങ്ങുക എന്ന് പറയുന്ന സെറ്റിലർ കൊളോണിയലിസ്റ്റ് അജണ്ടയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പ്രദേശങ്ങൾ കീഴടക്കുക, ഇറാനെ ദുർബലമാക്കുക, ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതുകൊണ്ട് ഇപ്പോൾ സമാധാന കരാറുണ്ടാവുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നു, ആണവ കരാറിൻ്റെ കാര്യത്തിൽ ധാരണയാകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു കാരണത്തിൻ്റെ പേരിൽ വീണ്ടും ഇറാനിലെ കടന്നുകയറി ഇറാൻ്റെ നേതാക്കന്മാരെ വധിക്കുക, ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞരെ കൊല്ലുക, ഇറാൻ്റെ സൈനിക മേധാവികളെ കൊല്ലുക, ഇതൊക്കെ നിരന്തരമായി ഇനിയും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇസ്രായേലിൻ്റെ അന്തിമമായ ലക്ഷ്യം
ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷ്യമാണ്. അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ വേറൊരു പ്രത്യേകത, ലോകത്ത് ഈ നിലനിൽക്കുന്ന അന്തർദേശീയ നിയമങ്ങളൊന്നും തന്നെ അനുസരിക്കുന്ന രാഷ്ട്രവുമല്ല അത്. വംശഹത്യ, നമുക്കറിയാം, വംശഹത്യയുടെ പേരിൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി വരെ അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊന്നും അവർക്ക് ബാധകമല്ല. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉള്ളിടത്തോളം കാലം ഈ അന്തർദേശീയ സ്ഥാപനങ്ങളൊന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കരാറ്, ഇപ്പോൾ ഇങ്ങനൊരു സമാധാന കരാറ്, വെടിനിർത്തൽ കരാർ, പിന്നെ കരാറ്, പെർമനൻ്റ് ആയിട്ടുള്ള കരാർ ഉണ്ടാക്കിയാൽ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാനുള്ളിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട കാര്യം, ഈ ഇറാൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ വിമത വിഭാഗത്തിന് CIA പരസ്യമായി തന്നെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പിന്തുണ തുടരും. അതിലൂടെ ഇപ്പോൾ അവർ ശ്രമിച്ച റെഷീം ചേഞ്ച്, ഭരണകൂട മാറ്റം എന്ന ലക്ഷ്യം അവർക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി വേറെ തരത്തിൽ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരുകയും ചെയ്യും.